അതിലിപ്പം മടിക്കാനൊന്നുമില്ല. മാസം കഴിയുമ്പോ ശമ്പളം കൊടുക്കണമെന്ന് അമ്മാവ് സേതുവിനോട് പറഞ്ഞല്ലേ. ഇന്നിപ്പോ തീയതി 7 എന്നാലും ഒരെന്നാലും ഇല്ല. എനിക്കൊന്ന് എന്റെ വീട് വരെ പോണം. വെറുതെ കൈ വീശി അങ്ങോട്ട് ചെല്ലാനേ ഒരു പിച്ചക്കാരന്റെ കൂടെ അല്ല അച്ഛനും അമ്മ എന്നെ ഇറക്കി വിട്ടത്. നിന്നെ കെട്ടിയതിനു ശേഷം ഞാനൊരു പിച്ചക്കാരനായി നീ നിന്റെ അച്ഛനോട് എന്ന് പറ. നിങ്ങൾ സേതുവിനോട് ശമ്പളം ചോദിക്കും മനുഷ്യ. അവൻ സ്വല്പം ബുദ്ധിമുട്ടില്ല. മാത്രമല്ല കമ്പനിയിലെ കേബിളും മറ്റും ഇന്നലെ ആരോ പൊക്കി കൊണ്ടുപോയി. നിങ്ങൾക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ എന്താ? കേബിളാ? ഇന്ന് എന്തായാലും സേതിട്ട് ഉച്ചയ്ക്ക് ഊണൊഴിക്ക് എത്തിയേ പറ്റൂ. സമയം കിട്ടും തോന്നില്ല. എന്നാ ഞാൻ ഫാക്ടറിയിലോട്ട് വരട്ടെ. ഫാക്ടറിയിലോട്ടോ? അവിടെ വന്നാൽ നിന്നെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് സമയം കിട്ടാം. അത്ര പ്രശ്നം അവിടെ. എന്തൊരു കഷ്ടം ഇത്. ഒന്ന് നേരം വേണം സംസാരിക്കാൻ പോലും സേതുവേട്ടന് നേരമില്ല. ഈ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ. അതെ സുഭദ്ര പറയാനേ മാസം തികഞ്ഞു. അയ്യോ അതിന് ഞാനൊന്നും അതല്ല ശമ്പളം കിട്ടിയിട്ടില്ല. ഓ ഇതാ ശമ്പളം 17 രൂപയുണ്ട്. അച്ഛനെ അമ്മേനെ ആരാണെ പോയി കാണും. പിന്നെ ഇവനെ ടൂറിസ്റ്റ് ടാക്സി വിളിച്ചു പൊക്കോട്ടാ, അതാ നല്ലത്. RC ബുക്ക് എടുത്തല്ലോ അല്ലേ? ആ ഉണ്ട് ഉണ്ട്. എത്തിയ ഇപ്പൊ ഇരുന്നാട്ടെ. വെയിറ്റ് ചെയ്യാൻ പറ്റൂല. ആ എന്നാ ഓട്ടോ വിട്ടേക്കല്ലേ. ഓ ആകെ ഉണ്ടായിരുന്ന പൈസ മുഴുവൻ ഞാൻ ചേട്ടനെടുത്ത് കൊടുത്തേ. ഓഹോ എന്റെ പൈസ വല്ലതും ഉണ്ടോ? എന്റെ 75 പൈസ ഉണ്ട്. എനിക്ക് വേറെ ഓട്ടോ ഉണ്ട് സാറേ. ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കാൻ പറ്റൂ? ആ വേറെ ഓട്ടോ ഉണ്ട്. വരുന്നുണ്ടാ? എന്താ ചെയ്യാ? ഒരു കാര്യം മുതലാളി എവിടെ എവിടെ മുതലാളി വരണം. എങ്ങോട്ട്? വേറൊരു സ്ഥലത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാം. എവിടുന്ന്? മുതലാളി വരണം. മുതലാളി ഞങ്ങൾക്ക് 2-3 സ്ഥലങ്ങളിൽ പോകാറുണ്ട്. ചായക്കട വന്നാട്ടെ. വന്നേ. എനിക്കിപ്പോ ചായ വേണ്ട. ചായ എനിക്കും വേണ്ട. ഇവിടെ ഇരിക്കാം സാർ, ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്നോളൂ. പുട്ടുദോശ, പൊറോട്ട, അപ്പം, മട്ടൺ ചാപ്സ്, ചിക്കൻ കറി. 3 പൊറോട്ടയും മുട്ടൻ കറിയും. അല്ല മട്ടൻ കറിയും. അതെ മറ്റേ കൈ കഴുകാനുള്ള വെള്ളം. വാഷ് ബേസിൻ എന്താ അവിടെ ഉണ്ട്. നമുക്ക് കൈ കഴുകാം. ഓടിക്കോ മതില്. ഓടാ മുതലാളി. അല്ല ഓട് മുതലാളി. എന്താ ഇത്? തല ഒത്തിരി ചൂടാവുന്നുണ്ട്. ഞാൻ ആശയോട് ചോദിച്ചു, സേതുവേട്ടൻ തലയിൽ എണ്ണയെ തേക്കാറില്ലെന്ന്. ഇനി അങ്ങനെ പറ്റില്ല. എനിക്ക് എന്നെ വെച്ചാ നീരിളവും കൊച്ചേ. സേതുവേട്ടന് ശരീരം നോക്കണമെന്ന് ഒരു വിചാരമില്ല. രാവിലെ എണീറ്റ് 1 മണിക്കൂർ നടന്നാലെന്താ? ഈ പിളുന്ന തടിയൊക്കെ 1 മാസം കൊണ്ട് മാറി കിട്ടും. എനിക്ക് കുറെ കണക്ക് നോക്കാനുണ്ട്. നീ പോയെ. കുറച്ചു ദിവസത്തേക്ക് ഈ കണക്കൊക്കെ ഒന്ന് മാറ്റി വെക്കും സേതുവേട്ടാ. സേതുവേട്ടന്റെ തലയിൽ എപ്പോഴും ഈ ഫാക്ടറി മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോ അത്രേ ഉള്ളൂ. നീ പോയ സുലു. അപ്പോ ഞാനില്ലേ? നീ എന്റെ ഹൃദയത്തിനകത്തല്ലേ. ഇപ്പൊ ചോദിച്ചാ മാത്രം ഇങ്ങനെയൊക്കെ പറയൂന്നായിട്ടുണ്ട്. പണ്ടൊക്കെ. നീ പോയി വെള്ളം ചൂടായ നോക്കി. അതൊക്കെ ചൂടായി കഴിഞ്ഞു. എന്നാ പോയി കുളിക്കേ. ആദ്യം മുതലുള്ള എന്റെ ഒരു ആഗ്രഹം പറയട്ടെ സേതുവേട്ടാ. ഒരുപാട് വലുതാണെങ്കിൽ പറയണ്ട. അത്ര വലുതൊന്നുമല്ല. എന്നാ പറ. ഒരു ഹണിമൂൺ ട്രിപ്പ് ഊട്ടിയിലേക്ക്. ഊട്ടിയാ? നടക്കില്ല. ഒന്നാമത് എനിക്ക് സമയമില്ല. രണ്ടാമത് പിന്നെ ഊട്ടി ഭയങ്കര തണുപ്പാണ്. ഐസ് മഴ വീണ് വീണ് വര വെച്ച് നമ്മൾ ചത്തുപോകും. ആര് പറഞ്ഞു? എന്നിട്ടാണോ ആൾക്കാർ ഊട്ടി ഊട്ടി എന്ന് പറഞ്ഞ് പരക്കം പായുന്നേ? ഹണിമൂണ് പോവാൻ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. അയ്യോ അതൊന്നും അല്ല. ഇപ്പൊ ബുദ്ധിമുട്ടാ സുലു. സേതുവേട്ടന് ഓർമ്മയുണ്ടോ മുമ്പ് എനിക്ക് എഴുതിയത്? എന്താന്ന് എഴുതി? വിവാഹം കഴിഞ്ഞാലുടൻ 2 ആഴ്ചത്തെ ഹണിമൂൺ. ഊട്ടിയിലേക്കോ കൊടൈക്കനാലിലേക്കോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരറ്റത്തേക്കോ നമ്മൾ യാത്ര തിരിക്കും. നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന സ്നേഹസമ്പന്നനായ ഭർത്താവായിരിക്കും ഞാൻ. ഞാനങ്ങനെ ഇല്ലെന്നോ? ഞാൻ കാണിച്ചു തരാം. എന്താ കാണിക്കാൻ പോവാ? ഇത് വായിച്ചോ. എന്റെ മോളെ, നിന്നെ പിരിഞ്ഞിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ യുഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
രാത്രി ഏറെ വൈകിയിരിക്കുന്നു. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിന്റെ രൂപം മാത്രം. ദാ ഈ ഭാഗം വായിച്ചോക്ക്. വിവാഹം കഴിഞ്ഞാലുടൻ 2 ആഴ്ചത്തെ ഹണിമൂൺ ഊട്ടിയിലേക്ക്. മതി മതി. അതെ, ഞാൻ വേറെന്തോ ആലോചിച്ചോണ്ടിരുന്നപ്പോ അങ്ങനെ എഴുതി പോയതായിരിക്കും. ഇതെന്തോന്ന്? എല്ലാം സേതോട്ട് എനിക്ക് അയച്ച കത്തുകളാ. അതിനെയും കെട്ടിക്കൊണ്ട് നടക്കുന്ന എന്തിനാ? അപ്പൊ ഞാൻ സേതോട്ടിന് അയച്ച കത്തുകളൊക്കെ കീറി കളഞ്ഞു. ഇല്ല, അതിവിടുത്തെ പശു തിന്ന് കളഞ്ഞു. അയ്യോ, അപ്പൊ ഊട്ടി? എന്റെ ഈ ഊട്ടി. ഒരു ആഗ്രഹമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ സേതോട്ടാ. ഊട്ടിക്ക് ഊട്ടി പോ. താങ്ക്സ് സേതോട്ടാ. താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഊട്ടി അങ്ങനെ ഞാൻ മൂത്ത് പരച്ചാൻ. അമ്മ ദേ ഇതാ സുലു. വാ സുലു. ഇവളാണോ വേലിയാടിയത്? അതെ, ഇത് വല്യമ്മാവൻ, ഇത് അമ്മായി, ഇത് അമ്മാവന്റെ മകൾ സുനന്ദ. ഇത് ആശ. നമ്മൾ പറയാതെ ക്ഷണിക്കാതെ പോയി രജിസ്റ്റർ മാരേജ് ചെയ്തതിന് അമ്മാവൻ ഭയങ്കര പണക്കത്തിലായിരുന്നു. ഒടുവിൽ ഞാൻ പോയി ഒത്തിരി മാപ്പൊക്കെ പറഞ്ഞപ്പോ ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നിരിക്കുക. എല്ലാവരും വണ്ടിയിലോട്ട് കയറിക്കോളൂ. ഞാൻ നോക്കിയപ്പോ ഇവരാരും ഊട്ടി കണ്ടിട്ടില്ല. വണ്ടിയിലാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവരെല്ലാം കൂടെ ചേർത്തുള്ള യാത്ര നല്ല രസമായിരിക്കും. വാ. പിടിച്ചിരുന്നോണം, എനിക്ക് സ്പീഡ് ഇത്തിരി കൂടുതലാ. വേഗം കേറ്. നീ വെള്ളവും ഗ്ലാസ് ഒക്കെ എടുത്തിട്ടില്ലേ? അതെ, നോക്കിയും കണ്ടുമൊക്കെ മേടിച്ച് വിഴുങ്ങണം. അവസാനം കണ്ണിന്റെ ബൾബും ഫീസായി വീട്ടിൽ കയറി വരരുത്. അപ്പോഴേ നീ വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് തള്ളുന്നേ? ആ എല്ലാരും കേറ്, വണ്ടി വിട്. പുറകെ പോയിരിക്കേ. ചെറിയ അമ്മ എടുത്ത് ഡീസലൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. ആ പോമരട്ടെ സ്റ്റോപ്പ്. വണ്ടിയുടെ പേപ്പറൊക്കെ കയ്യിലുണ്ടല്ലോ. അവസാനം എനിക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. ആ പോ. ആ അയ്യോ, പേടിച്ചേനെ. റാഷ് ഡ്രൈവിംഗ്. അമ്മവാ, വണ്ടിയുടെ പോക്ക് കണ്ട് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. തിരിച്ചു വന്നെന്ന് പറയാം കേട്ടോ. കഴിവുള്ള മോനെ. നീ ഇതെന്താ നിർത്തിയത്? ഇത് ഊട്ടിയല്ല. ഇതല്ല ഊട്ടിന്ന് എനിക്കും അറിയാം. വണ്ടി അതിന്റെ സ്വന്തം ഇഷ്ടത്തിന് നിന്നതാ. എല്ലാരും ഇറങ്ങണം, എന്നിട്ട് ശക്തമായിട്ടൊന്ന് തള്ളണം. ആര് തള്ളേ? ആർക്ക് വേണേലും തള്ളാം, അല്ലെങ്കിൽ ഇതാണ് ഊട്ടി എന്ന് വിചാരിച്ച് ഇവിടെ തങ്ങാം. ഇതാകെ വശപ്പശായല്ല. ചേട്ടാ ചേച്ചി, എല്ലാരും കൂടെ ഒന്ന് ഉത്സാഹിച്ച് ഇറങ്ങി വാ. ഇത് വലിയ കഷ്ടായി പോയില്ലോ. ശല്യം. ആ പിടിച്ചോ. ഇതെന്തിനാ എന്നെ പിടിച്ച് തള്ളണ ഇയാള്? ആരെ തള്ളാലും വണ്ടി വണ്ടി പിടിച്ച് തിരിഞ്ഞാ തള്ള എന്റെ അമ്മാവാ. ഇതിന് ഊട്ടി വരെ തള്ള വരുമോ? എടാ നീ അത് കണ്ടോ? എന്ത്? ചുമ്മാതല്ല വണ്ടി ഇവിടെ നിന്നത്. എടാ, അന്ന് നമ്മൾ ഈ വഴിക്ക് സുലുവിനെ തട്ടിക്കൊണ്ടുവരാൻ ചെറുകരയ്ക്ക് പോയതോ. ചെറുകര 11 കിലോമീറ്റർ. അതിന്റെ ഓർമ്മയ്ക്കാ ഇവിടെ വന്നപ്പോ ഇതിന്റെ എഞ്ചിൻ. ഓ ശരി ശരി, ഫോഴ്സ് പോരാ, മുതലാളിയും കൂടി ഇറങ്ങി തള്ളണം. തള്ളാൻ. ഓ வேகம் சீக்கிரமா இருக்கும். எங்க கிடைக்கும்? ஏதோ சார் இப்போ வந்துறேன். இப்போ பாத்துட்டு வந்துறேன். ரூம் எப்படியா கிடைக்கும்? ஏதோ வந்துறேன் சார். വേഗം വാങ്ങോ. അമ്മേ, എനിക്ക് വിശക്കുന്നു. ഒന്നും മിണ്ടാതിടയർക്കാ. ഇപ്പോഴല്ലേ പഴം ഓറഞ്ചൊക്കെ വെട്ടി വിഴുങ്ങിയത്. എപ്പോഴെങ്കിലും പോയി ഒന്ന് വീണാ മതിയായിരുന്നു. ചെയ്തു പെട്ടിക്കട കണ്ടോ? ഒന്ന് നിർത്തണട്ടോ. സോഡ മേടിച്ചിട്ട് ഒന്ന് ചുമ്മാ ഇരേട്ടാ. സോഡ എവിടെയെങ്കിലും മുറി ഇട്ടേട്ടാ. ആദ്യം സോഡ. சார் நம்ம குன்னூர் போயிடலாம் சார். കൂനൂരാ? சார் குன்னூர் போயிடலாம் சார். 14 കിലോമീറ്റർ தான். നീ റൂം എടുത്തരാന്ന് சொன்னே. ஆமா. ഇത് 4ാമത്തെ സ്ഥലത്താ ഇപ്പൊ കൊണ്ടുവന്നു. 25 രൂപ വാങ്ങിച്ചു. കൂനൂർ വന്നിന്റെ ഉദ്ദേശം சார் சொல்றது கேளுங்க. எங்க ஃப்ளவர் ஷோ நடக்குது. அதனால ரூம் எல்லாம் ஃபுல். റൂം എടുത്തരാന്ന് சொன்னியே നേരാന്നുള്ളയാ? சார் சொன்னேன் சார். ஆனா ആനയും പോയി മനുഷ്യനെ പറ്റിക്കാ. പൈസ ஏய் പൈസ யாரு பார்த்து யானை போனாங்கடா? ஏய் என்ன நீ ஊரு விட்டு ஊர் வந்திக்கிற டபாக்கிறே நீ? போடா. എന്റെ പൈസ രൂപ കൊടുക്കണ ചോമ്പേരി. ஏய் யாரு பாத்துற சோம்பேறங்கடா? பரம்போக்கு.
എനിക്കറിയാടാ പോണത് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ മനസ്സിലായ ആ പൈസയും പോയി കിട്ടി. രൂപ പോണേ പോട്ടെ നമുക്ക് അഭിമാനം വരുന്നത്. വണ്ടി കയറി അവ ആളെ വിളിക്കാൻ പോയിരിക്കാ. നിന്റെ കിടക്കാൻ തന്ന കണ്ണിന്റെ സ്ലിപ്പർ പൂടാ ബനിയിലിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി നോക്കിട്ട്. சார் நாங்க 12 பேர் இருக்கு. எங்க எல்லாமோ அலைஞ்சு ரூம் கிடைஞ்சில்ல. இப்ப ரொம்ப லேட் ஆயிடுச்சு. இங்க ரூம் கிடைக்குமா? தா சில்ட்ரன்ஸ் லேடிஸ் எல்லாம் இருக்கு. ഡോർമിറ്ററി പോതുമാ? അതെന്താ ഡോർമിറ്ററി, നോ സെപ്പറേറ്റ് റൂംസ്, ഓൾ ഓഫ് യു ക്യാൻ സ്റ്റേ ടുഗദർ. എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ഡബിൾ റൂം? അതൊന്നും വേണ്ട സേതു, ഇനി ഈ കാറ്റത്ത് നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. നമുക്ക് ഇവിടെ തന്നെ കൂടാം. എനിക്കൊരു സെപ്പറേറ്റ് റൂം വേണം. இங்க ഡോർമിറ്ററി மட்டும்தான் இருக்கு. உங்களுக்கு வேணுமா வேண்டாமா? வேணாம். அட்ரஸ் போடா போடா. அண்ணாச்சி இங்க சோடா கிடைக்குமா? கிடைக்காது. வேண்டாம். സേതു മാധവൻ. എന്തൊരു തണുപ്പുണ്ടാ. മിക്സ് ചെയ്ത് കൊണ്ടത് നന്നായി. ഇവിടെ സോഡയില്ല കീടിയില്ല. എല്ലാരും കൂടി ഇതിനകത്താണോ? നല്ല തമാശയായിരിക്കും. എല്ലാവർക്കും കൂടെ കഥകളൊക്കെ പറഞ്ഞ് രസിച്ച് ചിരിച്ചിരിക്കാം. പിന്നാലെ പറഞ്ഞൊക്കെ പിന്നെ നേരം വളരെ ആയി കിടന്ന് ഉറങ്ങാൻ നോക്കും. ആ പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് വരും, ആണുങ്ങളെ ഞങ്ങൾ അപ്പുറത്ത് കൂടിക്കോളാം. ചായ 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 ചായ. പോടാ. ഈ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റും ചായ ഒന്നുമില്ല. അതുകൊണ്ട് പഴവും ബ്രെഡൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിച്ചു. ചായ ഇഡ്ഡലി ദോശ കഴിക്കണമെങ്കിൽ പോകുന്ന വഴി കഴിക്കാം. എളുപ്പം റെഡിയായി. ആശയ്ക്ക് ചെറിയൊരു പനി. പനി? ചായ വേണ്ട. ശരിയാ, ചെറിയ ചൂടുണ്ട്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങണ്ട. ധാരാളം ചൂടുവെള്ളം കഴിച്ചാൽ മതി, പനി മാറും. ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കണ്ട കേട്ടോ. ആശയ്ക്ക് കൂട്ടിന് ആളില്ലല്ലോ, ഞാൻ ഇവിടെ നിക്കാം. ഞാൻ നിക്കാം. എനിക്ക് വയ്യ തണുപ്പത്ത് ഇറങ്ങി നടക്കാൻ. ആ അത് മതി. എങ്കിൽ പുറപ്പെടാ. എന്ത് പറ്റി നോക്കട്ടെ. എന്താ എന്ത് പറ്റി? കുഴപ്പമായി തോന്നുന്നത്. ഓ, ഈ ദുശകരം പിടിച്ചവനെ ആദ്യം അടിച്ച് പുറത്താക്കന്നെ ചെയ്തു. ഇവ കൈ തൊട്ടുണ്ടെങ്കിൽ വണ്ടിയല്ല എല്ലാം നിൽക്കും. കണ്ണാടി വെച്ചാൽ വണ്ടി ഓടിക്കാൻ. ഇത് 64 മോഡൽ തുക്കടാ വണ്ടിയാ. അപ്പൊ ഇടക്കിടക്ക് വണ്ടി നിൽക്കും. നീ അത് കള പ്രേമ. കാര്യം എന്താ നോക്ക്. ഫാൻ ബെൽറ്റ് പൊട്ടി മുതലാളി. ഇനി കട തുറന്ന് ഫാൻ ബെൽറ്റ് വാങ്ങി അത് വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ഇട്ട് 3 മണിക്കൂർ എടുക്കും ചുരുങ്ങിയത്. തൊലച്ചു. നമുക്കൊരു ടാക്സി പിടിച്ചു പോവാം. അതാ നല്ലത്. ചൂടുവെള്ളം കുടിച്ചാലൊന്നും പനി മാറൂല. ഞാനൊരു ഡോക്ടറെ കണ്ടു. ഒരു ഗുളിക എഴുതി തന്നിട്ടുണ്ട്, കഴിച്ചോളൂ.
എന്നോടുള്ള ഇഷ്ടക്കേട് മരുന്നിനോട് കാണിക്കണ്ട. അവരൊക്കെ ഇവിടെ? ഞാനൊരു സൂത്രപ്പണി ഒപ്പിച്ചു. കുട്ടിയുടെ പനിയായിരുന്നു എന്റെ മനസ്സ് നിറച്ച്. കഴിക്കുന്നേ. ഇത് നെറ്റിയിൽ പുരട്ടാം. എന്തു പറ്റി? ഇങ്ങ് തന്നേച്ചാ മതി, ഞാൻ പരട്ടിക്കോളാം. ആയിക്കോട്ടെ. അവിടെയല്ല. എന്താ കാണിച്ചേ? സേതുട്ടിങ് വരട്ടെ. ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതാ. ഇന്നാണ് സന്ദർഭം ഒത്തു കിട്ടിയത്. എന്നെ പറ്റി താൻ എന്ത് വിചാരിച്ചു? എന്ത് ധൈര്യത്തിൽ ഈ തണ്ടിത്തരം കാണിച്ചേ? തണ്ടിത്തരല്ല, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. നോൺസെൻസ്. ഇന്ന് തന്നെ ജോലി തീരും. സേതുട്ടി വന്ന ഉടനെ ഞാൻ പറയും. വേണ്ട, ഞാൻ തന്നെ പറഞ്ഞേക്കാം. കുട്ടി, ഞാൻ അങ്ങനെ പേടിക്കുന്ന ടൈപ്പൊന്നുമല്ല. തെറ്റ് ചെയ്തു എന്ന തോന്നലുണ്ടെങ്കിലല്ലേ പേടിക്കണ്ടു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇഷ്ടപ്പെടുന്ന കുട്ടിയെ ഒന്ന് തൊട്ടു, അത്രയല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞിട്ട് ചാവുന്നെങ്കിൽ ചാവട്ടെ, ജീവൻ പോയാലും ശരി. മുതലാളിയോട് ഞാനിത് പറഞ്ഞിട്ട് എന്റെ ബാക്കി കാര്യം. വെരി ഗുഡ്. മുതലാളി എത്തിക്കഴിഞ്ഞു. ചൂടോടെ പറഞ്ഞേക്കാം. ഇവിടെ ഒരു അടിയും ബഹളവും കൊലപാതകം ഉണ്ടാക്കി ഈ യാത്ര ഞാൻ കുളമാക്കി തരാം. ശരിയാ? ഓ, ടാക്സി യാത്ര മുതലാവൂല. അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. മുതലാളി, എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനൊരു തെറ്റ് ചെയ്തു. തെറ്റോ? ഞാനത് മുതലാളിയോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ മുതലാളിയോട് കാണിക്കുന്ന വലിയൊരു നന്ദി കേടായിരിക്കും അത്. നീ കാര്യം പറ. ഞാൻ മുതലാളിയുടെ ആരാ? നീ പറയുന്നേ പറയടാ. വെറും ഒരു ജോലിക്കാരൻ, വെറും ഒരു എറാമൂളി. അങ്ങനെയുള്ള ഞാൻ ഇന്ന് വണ്ടി നന്നാക്കി കഴിഞ്ഞ് ഇവിടെ വന്നു. നേരെ മുറ്റത്തൂടെ നടന്നു വന്ന് അപ്പോ മുതലാളിയുടെ സിസ്റ്റർ ഈ കസരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പനിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വഴിയിൽ നിന്ന് 1-2 ഗുളിക വാങ്ങിച്ച് കഴിക്കാൻ കൊടുത്തു. ഒരു കുപ്പി വിക്സും കൊടുത്തു, നെറ്റി പുരട്ടാൻ. എന്നിട്ട് ഞാൻ ആ സത്യം മുതലാളിയുടെ സിസ്റ്ററിനോട് തുറന്നു പറഞ്ഞു. എന്ത്? തെറ്റ് എന്റേതാണ് മുതലാളി. നീ കാര്യം പറടാ. വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു. വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു. എന്റെ അശ്രദ്ധ കൊണ്ട് പൊട്ടിയെന്ന് തോന്നിപ്പോയതാ. അതുകൊണ്ടൊന്നുമില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ച? മനുഷ്യനെ വെറുതെ ടെൻഷൻ പിടിപ്പിക്കല്ലേ? പിന്നെ വട്ട് തന്നെ.